ഹലോ ഫ്രണ്ട്സ്, SJ ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയും ഞാനുമാണ്. നിങ്ങൾ കണ്ടു നോക്കുക. അതിന് വേണ്ട ചേരുവകളാണ് പറയുന്നത്. 3.5 കപ്പ് മൈദപ്പൊടി, 2 കപ്പ് തൈര്, 1 സ്പൂണ് ബേക്കിംഗ് സോഡാപ്പൊടി. അത് തൈരിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് മൈദപ്പൊടിയിൽ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല പതഞ്ഞ് വരുവേ. പൊടിയിട്ട് കഴിഞ്ഞാൽ ഇത് പൊടിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കും. അപ്പോൾ ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും അത് കിട്ടും. അല്ലെങ്കിൽ ഒരു കുത്തലൊക്കെ ഉണ്ടാകും. ഇതിലിങ്ങനെ തൈരിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും മിക്സ് ചെയ്തിട്ട് ആ തൈരിട്ട് കുഴച്ചെടുത്താൽ മതി. നമുക്ക് കുഴച്ചെടുക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലവർ ഈസ്റ്റ് ഇടുമ്പോൾ ഒരു അത്ര സോഫ്റ്റ്നെസ് കിട്ടണില്ല. ബേക്കിംഗ് സോഡ ഇടുമ്പോഴാണ് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത്. നമുക്ക് ഈ ടേബിൾ ടോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എന്നാലേ നല്ല മയം കിട്ടുള്ളൂ. എന്തോരം കുഴച്ചെടുക്കണം അത്ര നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് വെള്ളം കൂടിയെന്ന് ഓർക്ക് വിഷമിക്കേണ്ട. അത് കൂടിയിട്ടില്ല. കറക്റ്റ് കുഴച്ച് വരുമ്പോൾ നല്ല പാവമായിരിക്കും അത്. നമ്മൾ ബ്രെഡിന് കുഴക്കണോ ശരിക്കും കുഴച്ച് എടുക്കണം. ഇതിങ്ങനെ കയ്യിൽ പിടിക്കണമെന്ന് ഓർത്തിട്ട് പേടിക്കണ്ട. സംഭവം ഉണ്ടാക്കി വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ട ഈ ഇതിൽ ഒട്ടിപ്പിടിക്കാത്ത കണ്ട. ഇത് കുഴച്ച് നല്ല മയപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ഞ് പോലെ ആണണ്ട. ഇതേമാരാക്കി എടുക്കണം. 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം. വെള്ളം കൂടി പോയാൽ കുറച്ച് മൈദയിട്ട് നിങ്ങൾ ശരിക്കും കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമുക്കത് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഓവൻ ഷേപ്പിലാണ് വേണ്ടത്. നമുക്ക് പരത്തിയെടുക്കാം. വലുതാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ എൻ്റെ പാൻ ചെറുതായത് കൊണ്ടാണ് ഞാൻ ഈ ചെറുതുണ്ടാക്കുന്നത്. അതിന് പറ്റിയത് വേണ്ട ഉണ്ടാക്കാൻ. തവയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് പറ്റിയ പാത്രമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറുതുണ്ടാക്കണം. തീരെ കനം കുറച്ച് ഈ ഷേപ്പ് വേണം കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആവി വരുന്നുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. കൊമ്പളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും കൊമ്പളകൾ വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. കൊമ്പളകൾ വന്നിട്ട് നമുക്കിത് മറിച്ചിടാം. ഇത് നല്ല സോഫ്റ്റാണ്. ഇത് സോഫ്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്താൽ നമ്മൾ സോഡാപ്പൊടി ഇട്ട് ചെയ്താൽ അത് സോഫ്റ്റായിട്ട് കിട്ടും. ഈസ്റ്റ് ഇട്ടാൽ അത്ര നല്ല ഇതായിട്ട് വരുന്നില്ല. ഇത് അപ്പോൾ നല്ല പഞ്ഞി പോലെ കിട്ടാൻ വേണ്ടി നമ്മൾ സോഡാപ്പൊടി ഇട്ടേക്കുന്നത്. തൈരില്ലെങ്കിലും നമുക്ക് പാലിലും കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു ഇത് പ്ലെയിൻ ഞാൻ ഉണ്ടാക്കി. ഇത് ബട്ടർ ഞാൻ ഉണ്ടാക്കി. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നേരത്തെ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വെന്തതിന് ശേഷം ബട്ടർ പുരട്ടാം. ഒരു സൈഡ് ബട്ടർ പുരട്ടിയാൽ മതി കേട്ടോ. നമ്മുടെ ബട്ടർ നാൻ റെഡിയാണ്. പനീർ ബട്ടർ മസാലയാണ്. അതിന് വേണ്ട ചേരുവകളാണ് പറയുന്നത്. 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക്, 1 ഇഞ്ചി. ഞാൻ ഓരോന്ന് ഇടാൻ പോവാം. ഇത്തിരി ആദ്യം നമുക്ക് പാൻ ചൂടായതിന് ശേഷം വെള്ളം ഒഴിക്കുക. നമുക്ക് സവാള ഇടാം. സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളിയും കൂടി നമുക്കിടാം.
എല്ലാം കൂടി വേവിച്ചെടുക്കണം. ഇനി നമുക്ക് 10 കൊല്ലമുളക് ഇടാം, ഒരു 4 ഏലക്ക ഇടാം, ഒരു 5 പട്ട ഇടാം, 4-5 പട്ട ഇടാം. ശരിക്കും വേവിച്ചെടുക്കാം. പിന്നെ കശുവണ്ടി ഇടാം. അത് ശരിക്കും വേവിച്ചെടുക്കണം. ശരിക്കും ഇത് വേഗണം കേട്ടോ. അപ്പോൾ ഇടക്കിടക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ. ഇത് 200 ഗ്രാം പനീറിനുള്ള ചേരുവകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ വെന്തിട്ടുണ്ട്. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത്. മിക്സിയിലോട്ട് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതെല്ലാം മിക്സിയിൽ ഇടട്ടെ കേട്ടോ. എല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. ഇനി ഞാൻ അടിച്ചെടുക്കട്ടെ. ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാം. സ്പൂൺ ബട്ടർ ഒഴിക്കുക, പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. അതും 1 സ്പൂൺ എണ്ണ, 2-3 പച്ചമുളക്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ് 1/2 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണ്. മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇതിലോട്ട് ഇടണം. ഇടുക. ഈ പേസ്റ്റ് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലോട്ട് ഇടണം. കുറച്ചും കൂടെ ബട്ടർ വേണമായിരുന്നു. ഞാനത് കുറച്ചും കൂടി ഇട്ടപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വന്നത്. 4 ടേബിൾ സ്പൂൺ ബട്ടറും ഇടണം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിടാം. 1/2 സ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ സ്പൂണും ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ ഇടാം. ചെറിയ ചെറിയ പീസുകളായിട്ട് പനീർ ഇടാം. ഇത് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് പനീർ മസാല കറി കഴിക്കാം. 2 സ്പൂൺ ഹോം മെയ്ഡ് ക്രീമാണിത്. ഫ്രഷ് ക്രീമാണ് ഞാൻ ഉണ്ടാക്കി വെച്ച ഫ്രഷ് ക്രീമാണ് ഇവിടെ. ഇനി കസ്തൂരി മേത്തി കുറച്ച് ഇടാം. അധികം പാടില്ല കേട്ടോ. ഇത്രയാകാം. നമ്മുടെ പനീർ മസാലക്കറി ഇവിടെ റെഡിയാണ്. അടുപ്പ് ഓഫ് ചെയ്യണേ. എൻ്റെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.